നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ എണ്ണയിൽ മുക്കി പൊരിക്കാത്ത പലഹാരങ്ങളാവൂലേ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ അത്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. സവാള ഒരു 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളിയും പിന്നെ കുറച്ച് ക്യാപ്സിക്കും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ കുരു കളഞ്ഞെടുത്തതിന് ശേഷമാണ് അതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മൈദ കൂടെ ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാൽ ഞാൻ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, കുറേശ്ശെയായിട്ടാണ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണെങ്കിലും നമ്മൾ ചൂടാറി വരുന്ന സമയത്ത് നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. ഇനി 1 കപ്പ് മൈദയിലേക്ക് 1 മുട്ടയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിതിനെ കലക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി ചൂടായ പാനിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ ഓരോ ദോശയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ബാക്കി എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിതവിടെ കുറച്ച് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ പിസ്സ സോസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ ദോശ വെച്ചിട്ടും അതിൻ്റെ സൈഡിൽ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഭാഗത്തും അതിൻ്റെ റൗണ്ട് ഭാഗങ്ങളിൽ ഫുള്ളായിട്ടൊന്നൊരു മൈദാഗമ്മ വെച്ച് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മയോണൈസ് ഇതേ രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ള ഭാഗം ഒന്ന് ഗ്യാപ്പ് വിട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ മസാല വെച്ച് കൊടുക്കാനായിട്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മൈദപ്പത്തിരി വെച്ചിട്ട് സെയിം രീതിയിൽ നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്കിതിനെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മയോണൈസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മുടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാൻ മുകളിലേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ പാനിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഫുള്ളായിട്ട് മെൽറ്റായി വന്ന സമയത്ത് ഞാനിതിന് മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇത് ചൂടോട് കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എയർ ഫ്രയറിലും നമുക്ക് സെയിം രീതിയിൽ തന്നെ അതിന് സെറ്റാക്കി എടുക്കാം.